ഏറെ കണ്ണീരണിയിച്ചുകൊണ്ടിരിക്കുന്ന വയനാട് ദുരന്തമുഖത്ത് രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി രണ്ട് നായകളുണ്ട്. മായും മർഫിയും. ബെൽജിയം മെലനോയ്സസ് ഇനത്തിൽപ്പെട്ട ഇവ കേരളത്തിന്റെ സ്വന്തം ഓമനകളാണ്. മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ വിദഗ്ധരായ ഇവർ 5 വയസ്സിൽ തന്നെ മണ്ണിനടിയിൽ നിന്നും നിരവധി മൃതദേഹങ്ങളാണ് രക്ഷാപ്രവർത്തകർക്ക് കാട്ടിക്കൊടുത്തത്. ഈ മായും മർഫിയും മൃതദേഹങ്ങൾ ഭൂമിക്കിടയിൽ നിന്ന് കണ്ടെത്തുന്നതിൽ മാത്രം പരിശീലനം നേടിയ ഇവർ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് മുണ്ടക്കയിലേക്ക് വന്നെത്തിയത്. പഞ്ചാബ് ഹോംഗാർഡിൽ നിന്നും എത്തിയ ഇവർ 2020 മാർച്ചിലാണ് സേനയുടെ ഭാഗമായത്. ലഹരിമരുന്ന്, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ കണ്ടെത്താൻ പരിശീലനം ലഭിക്കാത്ത ഇവർ മനുഷ്യരക്തവും പല്ലും ഉപയോഗിച്ചാണ് പരിശീലനം നടത്തിയിരുന്നത്. അത് എങ്ങനെയെന്നാൽ സർക്കാർ ലാബിൽ നിന്നും രക്തവും ഒപ്പം പല്ലും ശേഖരിച്ച് രക്തം പഞ്ഞിയിൽ പുരട്ടി കുപ്പിയിലാക്കി മണ്ണിൽ കുഴിച്ചിടും. അതായത് കുപ്പിയിൽ ദ്വാരമിട്ട ശേഷമാണ് കുഴിച്ചിടുന്നത്. അതിൽ മൃതദേഹ ശരീരത്തിന് പകരം സ്യൂഡോസെൻ എന്ന രാസവസ്തുവാണ് ഉപയോഗിക്കുന്നത്. ഇതിന് മൃതദേഹത്തിന്റെ ഗന്ധമാണ്. ഈ രാസവസ്തുവിന് ഏകദേശം 10,000 രൂപ ഉണ്ടെന്നാണ് പരിശീലകൻ പ്രതാപൻ പറയുന്നത്. ഈ രാസവസ്തു ഫ്രീസറിൽ വെച്ച് 3 മാസം വരെ ഉപയോഗിച്ചാണ് പരിശീലനത്തിന് ഉപയോഗിക്കാറുള്ളത്. ഇത് കട്ടിയുള്ള പഞ്ഞിയിൽ പുരട്ടിയാണ് കുഴിച്ചിടുന്നത്. രാവിലെ 7 മുതൽ 9 വരെയും വൈകിട്ട് 4 മുതൽ 5:30 വരെയുമാണ് പരിശീലനം. ഇടുക്കിയിലെ പെട്ടിമുടിയിൽ 2020 ഓഗസ്റ്റിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിലും 2021 കൊക്കാറിലുണ്ടായ ഉരുൾപൊട്ടലിലും നാടിനെ ഞെട്ടിച്ച ഇലന്തൂർ നരബലി കേസിലും ഇവർ പോലീസിനെ സഹായിക്കാനെത്തി.